പ്രണയിനി ഭാഗം 1. ഇനി താലി കെട്ടിക്കോളൂ. ദീർഘനേരത്തെ പൂജകൾക്കും മന്ത്രങ്ങൾക്കുമൊക്കെ ഒടുവിൽ അശാന്തനായി നിൽക്കുന്ന നന്ദകിശോറിനെ നോക്കി പൂജാരി പറഞ്ഞപ്പോൾ അവൻ തിളങ്ങുന്ന മുഖത്തോടെ, അതിലുപരി പ്രണയത്തോടെ അടുത്ത് നവവധുവായി അണിഞ്ഞൊരുങ്ങിയിരിക്കുന്ന ശില്പയെ നോക്കി. ശേഷം പൂജാരി നീട്ടിയ താലത്തിൽ നിന്നും പൂജിച്ചെടുത്ത ആലിലത്താലി എടുത്തുകൊണ്ടവൻ ശില്പയുടെ കഴുത്തിൽ കെട്ടുകയും മോതിരവിരലാൽ ഒരു നുള്ള് സിന്ദൂരം എടുത്തുകൊണ്ടവൻ അവളുടെ നെറുകയിലും ചാർത്തി. എങ്ങും സന്തോഷം മാത്രം. ചുറ്റും കൂടി നിന്ന നന്ദൻ്റെ വീട്ടുകാർക്കും അവിടെ എത്തിയ ശില്പയുടെ വീട്ടുകാരുടെയും ഒക്കെ മുഖത്ത് അതിയായ സന്തോഷം കാണുന്നുണ്ട്. പക്ഷെ ആ കൂട്ടത്തിൽ ഒരുവളുടെ ഹൃദയം തകർന്നുള്ള നിൽപ്പ് മാത്രം അവിടെ ആരും കണ്ടതില്ല, ശ്രദ്ധിച്ചില്ല അവളെ. തൂവെള്ള നിറത്തിലുള്ള ചുരിദാർ അണിഞ്ഞ് ഉള്ളിൽ ഹൃദയവേദന ആണെങ്കിലും പുറമേ ചിരിച്ചുകൊണ്ട് അവൾ നന്ദൻ എന്ന അവളുടെ നന്ദേട്ടൻ വേറെ ഒരാളെ താലികെട്ടി സ്വന്തമാക്കുന്നത് മിഴികളാൽ ആവാഹിച്ചെടുത്തു. ആരു ശില പോലെ നിൽക്കുന്നവളുടെ അരികിൽ ചെന്ന് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് കീർത്തന എന്ന നന്ദൻ്റെ അനിയത്തി വിളിച്ചപ്പോൾ അവൾ കീർത്തുവിനെ നോക്കി വേദനയോടെ ഒന്ന് പുഞ്ചിരിച്ചു. ശേഷം കൈകൾ പതിയെ ഉയർത്തി നാണത്തോടെ നിൽക്കുന്ന ശില്പയുടെ കവിളിൽ ചുംബിക്കുന്ന നന്ദനെ കാണിച്ചു കൊടുത്തുകൊണ്ട് അവളുടെ തോളിൽ മുഖം അമർത്തി പൊട്ടിക്കരഞ്ഞു. ഇത്രയും കാലം ജീവനെ പോലെ സ്നേഹിച്ച ആൾ ഇന്ന് അവളെ നിഷ്കരണം തള്ളിപ്പറഞ്ഞ് വേറൊരാളുടെ സ്വന്തമാകുന്നത് നോക്കി നിൽക്കാൻ ആ പെണ്ണിനാവുന്നുണ്ടായിരുന്നില്ല. ഇങ്ങനെ കരയല്ലേ ആരു. ഏട്ടന് നിന്നെ വേണ്ടെങ്കിൽ വേണ്ടടി, നിനക്ക് ഞാനില്ലേ, നീ ഇങ്ങനെ കരയാതെ, എനിക്ക് കണ്ടിട്ട് സഹിക്കുന്നില്ല. തൻ്റെ തോളിൽ മുഖം അമർത്തി വിങ്ങി പൊട്ടി കരയുന്നവളെ ചേർത്ത് പിടിച്ച് ആ മണ്ഡപത്തിൽ നിന്നും നടക്കുന്നതിനിടെ കീർത്തു പറയുന്നത് കേട്ടപ്പോൾ പോലും ആരുവിന് തൻ്റെ സങ്കടം ഒതുക്കാനാവുന്നുണ്ടായിരുന്നില്ല. അത്രമേൽ അവൾ നന്ദകിശോറിനെ പ്രണയിച്ചിരുന്നു, പ്രാണനായി കണ്ടിരുന്നു. കരഞ്ഞ അവശയായി തളർന്നിരിക്കുന്ന ആരുവിനെയും കൂട്ടി കീർത്തു നേരെ പോയത് അവരുടെ വീട്ടിലേക്കായിരുന്നു. ആരു, ഇവിടെ നിൽക്കുകയാണെങ്കിൽ നിനക്ക് പലതും കാണേണ്ടിയും കേൾക്കേണ്ടിയും വരികയും ചെയ്യും. അതുകൊണ്ട് നമ്മൾ ഈ നിമിഷം ഇവിടെ നിന്നും പോകുന്നു, ബാംഗ്ലൂരിലേക്ക്. ഗൗരവത്തോടെ അതും പറഞ്ഞുകൊണ്ട് ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യുന്ന കീർത്തുവിനെ ആരു അവിശ്വാസത്തോടെ നോക്കി. കീർത്തു, നീ എൻ്റെ കൂടെ? അപ്പോൾ ആൻറ്റിയും അങ്കിളും, പിന്നെ ഇന്ന് നന്ദേട്ടൻ്റെ കല്യാണം, അപ്പോൾ നീ ഇവിടെ ഇല്ലെങ്കിൽ? വാക്കുകൾക്കായി പരതുന്നവളെ കീർത്തു ഒരു നിമിഷം നോക്കി നിന്നുപോയി. ആരാധ്യ എന്ന ആരു പണ്ട് മുതലൊക്കെ ഇങ്ങനെയായിരുന്നു. ആരോടും ശബ്ദമുയർത്തി ഉച്ചത്തിലൊന്ന് സംസാരിക്കാൻ പോലും പേടിയുള്ളവൾ. താൻ കാരണം ഒരു ഉറുമ്പ് പോലും വേദനിക്കാൻ പാടില്ല എന്ന് ചിന്തിക്കുന്നവൾ. തുമ്പപ്പൂവിൻ്റെ നൈർമല്യമുള്ളൊരു പെൺകുട്ടി. അതുകൊണ്ടാണല്ലോ വളരെ ഈസിയായി നന്ദനെ അവളുടെ ഇഷ്ടം പിടിച്ചു വാങ്ങാനും പിന്നെ ഒരു കറിവേപ്പില പോലെ തള്ളിക്കളയാനും പറ്റിയത്. ഓരോന്നും ഓർത്തുകൊണ്ട് കീർത്തു തൻ്റെ മുന്നിൽ തലയും താഴ്ത്തി നിൽക്കുന്ന ആരുവിനെ നോക്കി. പാവമാണിവൾ. ഇപ്പോൾ തന്നെ ഹൃദയം പൊടിയുന്ന വേദന തന്നിൽ നിറഞ്ഞു നിന്നിട്ടും തൻ്റെ ഏട്ടനെ അവൾ വെറുതെ പോലും ഒന്ന് ശപിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ള ഇവളെ ആ അയിനാട്ടക്കാരിക്ക് വേണ്ടി തള്ളിപ്പറഞ്ഞ നിങ്ങൾ ഒരു നാൾ ഇവളെ മനസ്സിലാക്കും, നിങ്ങൾ ചെയ്ത തെറ്റ് മനസ്സിലാക്കും. പക്ഷെ ഒരിക്കലും നിങ്ങൾക്ക് ഇവളെ കാണാനാവില്ല. കൊണ്ടുപോയിരിക്കും ഞാൻ ഇവളെ നിങ്ങളുടെ കൺമുന്നിൽ നിന്നും. ആരു, ഇനിയും ഇവിടെ നിന്ന് വെറുതെ ടൈം കളയണ്ട, വാ പോകാം. ആരുവിൻ്റെ നിസ്സഹായതയോടെയുള്ള നോട്ടത്തെ പാടെ അവഗണിച്ചുകൊണ്ട് കീർത്തു അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ച് മുറിക്ക് പുറത്തേക്കിറങ്ങി. ഇനി എന്ത് പറഞ്ഞാലും കീർത്തുവിൻ്റെ തീരുമാനം അവൾ മാറ്റില്ല എന്നറിയാവുന്നത് കൊണ്ട് ആരു ഒന്നും മിണ്ടാതെ അവൾക്കൊപ്പം ചെന്നു. ഒരു തരത്തിൽ ഇനിയും ഇവിടെ നിൽക്കാൻ അവൾക്കുമായില്ല. എങ്ങനെയെങ്കിലും തൻ്റെ മനസ്സിലെ സങ്കടം ഏട്ടൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞുകൊണ്ട് തീർക്കാൻ അവളും ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഏട്ടനരികിൽ എത്തണേ എന്നവൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. അവിടെ നിന്നും ഇറങ്ങി പോണ പോക്കിൽ തന്നെ കീർത്തു ആരുവിൻ്റെ ഏട്ടനെ വിളിച്ച് അവർ ഇന്ന് തന്നെ അവിടേക്ക് വരുന്നുണ്ട് എന്ന് പറയുകയും ചെയ്തു. കീർത്തു ആരുവിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങാൻ ഒരുങ്ങുമ്പോഴാണ് അമ്പലത്തിൽ നിന്നും അനേകം കാറുകൾ വീട്ടുമുറ്റത്തേക്ക് വരുന്നത് കണ്ടത്. അത് കണ്ടപ്പോൾ തന്നെ എല്ലാവരും കല്യാണമൊക്കെ കഴിഞ്ഞ ശേഷം വരികയാണെന്ന് മനസ്സിലായ ആരു പേടിയോടെ കീർത്തുവിൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചപ്പോൾ അവളുടെ മിഴികൾ കൈകോർത്ത് പിടിച്ച് കാറിൽ നിന്നും ഇറങ്ങി വരുന്ന തൻ്റെ ഏട്ടൻ്റെയും ശില്പയുടെയും മേലെയായിരുന്നു. ഇതേസമയം കാറിൽ നിന്നും ഇറങ്ങി ചിരിയോടെ മുന്നിൽ നിൽക്കുന്ന നന്ദൻ കീർത്തുവിൻ്റെ കയ്യിൽ പിടിച്ച് തലകുനിച്ച് നിൽക്കുന്ന ആരുവിനെ കണ്ടപ്പോൾ ആദ്യം ഒന്ന് പതറിപ്പോയി എങ്കിലും പിന്നെ ഒരു പുച്ഛത്തോടെ അടുത്തു നിൽക്കുന്ന ശില്പയുടെ തോളിൽ കൈയിട്ടുകൊണ്ട് അവർക്ക് മുമ്പിലേക്ക് നടന്നു ചെന്നു. അതേസമയം നന്ദനെ ഒന്ന് നോക്കിയ ശേഷം കീർത്തു അച്ഛനോടും അമ്മയോടും ഇന്ന് തന്നെ പോണമെന്ന കാര്യം പറഞ്ഞപ്പോൾ അവർക്ക് വിഷമമായി എങ്കിലും കമ്പനിക്കാര്യമായതിനാൽ സമ്മതിച്ചു. കൂടെ കീർത്തുവിൻ്റെ അടുത്ത് നിൽക്കുന്ന ആരുവിൻ്റെ നെറുകയിലും അവർ വാത്സല്യത്തോടെ തലോടി. കീർത്തു, ഇന്ന് തന്നെ പോകണമെന്നുണ്ടോ? കുറച്ചു ദിവസം കഴിഞ്ഞ് പോയാൽ പോരെ? ആരുവിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് നന്ദൻ്റെ അടുത്തുകൂടെ പോയപ്പോൾ കീർത്തനയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് നന്ദൻ ചോദിക്കുന്നത് കേട്ടപ്പോൾ അവൾ ദേഷ്യത്തിൽ അവൻ്റെ കൈ തട്ടി മാറ്റി. പിന്നെ ആരും ശ്രദ്ധിക്കാത്ത വിധത്തിൽ അവൻ്റെ അരികിലേക്ക് ചെന്ന് കത്തുന്ന കണ്ണുകളോടെ അവനെ നോക്കി. വെറുതെ ഷോ കാണിച്ച് എന്നെ ഇവിടെ നിർത്താൻ നിൽക്കണ്ട. നിങ്ങളെ ഓരോ നിമിഷം കാണും തോറും എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാനാവുന്നില്ല. പിന്നെ ദേ ഇവൾ
ഞാൻ കൂടുതലൊന്നും നിങ്ങളോട് പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യാത്തത് നിങ്ങളുടെ നാശത്തിന് കാരണമാകാൻ വന്നവൾ തന്നെ കൂടെയുള്ളപ്പോൾ പിന്നെ അതിൽ കൂടുതൽ നിങ്ങൾക്കിനി കിട്ടാനില്ല. നന്ദനെയും അവൻ്റെ അടുത്ത് തന്നെ പുച്ഛത്തോടെ നോക്കി നിൽക്കുന്ന ശില്പയെയും മാറി മാറി നോക്കി പറഞ്ഞുകൊണ്ട് കീർത്തു അതേ ദേഷ്യത്തോടെ ഒന്നും മിണ്ടാതെ നിൽക്കുന്ന ആരുവിൻ്റെ കയ്യിൽ പിടിച്ച് സ്കൂട്ടിക്കരികിലേക്ക് നടന്നു. അവരുടെ വണ്ടി ആ വീടിൻ്റെ ഗേറ്റ് കടന്നു പോകുന്നത് നോക്കി നിന്ന നന്ദൻ ഒന്നും മിണ്ടാതെ ശില്പയുടെ കയ്യിൽ മുറുകെ പിടിച്ച് മുന്നോട്ട് നടന്നു. അപ്പോൾ അവൻ്റെ മനസ്സിൽ ഒരു തരത്തിലുള്ള കുറ്റബോധവും ഇല്ലായിരുന്നു. ഇതേസമയം എയർപോർട്ടിലെത്തി ഫ്ലൈറ്റ് കയറിയിട്ടും ആരു വേറെ ഏതോ ചിന്തയിലായിരുന്നു. അതുകൊണ്ട് തന്നെ കീർത്തു അവളെ ശല്യം ചെയ്യാനും നിന്നില്ല. തിരിച്ച് ബാംഗ്ലൂർ എത്തിയപ്പോൾ അവിടെ അവരെ കാത്തെന്ന വണ്ണം അർണവ് വന്ന് നിൽക്കുന്ന കണ്ടപ്പോൾ അത്രയും നേരം കീർത്തുവിൻ്റെ കയ്യിൽ പിടിച്ചു നടന്നു വന്ന ആരു തൻ്റെ ഏട്ടനെ കണ്ടപ്പോൾ കരഞ്ഞുകൊണ്ട് ഓടിച്ചെന്നവനെ കെട്ടിപ്പിടിച്ചു. കരയല്ലേ ആരു മോളെ, ദേ ഏട്ടന് മോൾ കരയുന്നത് ഇഷ്ടമല്ല എന്നറിയാവുന്നതല്ലേ. എൻ്റെ മോൾ സങ്കടപ്പെടാതെ ഇരിക്കെ. ഏട്ടൻ്റെ ഈ പൂച്ചപ്പെണ്ണിനെ അവന് വിധിച്ചിട്ടില്ല എന്ന് കരുതിയാൽ മതി. അപ്പോൾ അതും പറഞ്ഞ് നേരെ നോക്കിയത് നിറഞ്ഞ കണ്ണുകളോടെ അവരെ നോക്കി നിൽക്കുന്ന കീർത്തുവിനെയാണ്. അവളെ നോക്കി ദയനീയമായ ഒരു ചിരി നൽകിക്കൊണ്ടവൻ ആരുവിനെ തൻ്റെ നെഞ്ചിൽ നിന്നും അടർത്തി മാറ്റിയ ശേഷം അവളുടെ നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ചു കൊടുത്തു. ഇങ്ങനെ പോയാൽ ഏട്ടൻ്റെ വിഷമം കൂടില്ലേ മോളെ. അതുകൊണ്ട് ഏട്ടൻ്റെ കുട്ടി സങ്കടമൊക്കെ കളഞ്ഞ് സന്തോഷവതിയായി നിൽക്കട്ടോ. അപ്പോൾ അത് പറഞ്ഞപ്പോൾ ആരു അവനെയും കീർത്തുവിനെയും ഒന്ന് നോക്കി. പിന്നെ പതിയെ ചിരിച്ചു. അത് കണ്ട സമാധാനത്തോടെ അപ്പു ആരുവിനെ ചേർത്ത് പിടിച്ച് കാറിനടുത്തേക്ക് നടന്നു. അങ്ങനെ കുറച്ചു നേരത്തിന് ശേഷം അപ്പുവിൻ്റെ കാർ അവർ താമസിക്കുന്ന വില്ലേക്ക് മുന്നിൽ എത്തിയപ്പോൾ അത്രയും നേരം എന്തോ ആലോചനയിലിരുന്ന ആരു അപ്പുവിന് നേരെ ഇരുന്ന് അവന് മുന്നിൽ കൈനീട്ടി. അത് താക്കോൽ തരുമോ ഏട്ടാ, ഞാൻ ആദ്യം പോകാം. തന്നെ സംശയത്തോടെ നെറ്റിച്ചുളിച്ചുകൊണ്ട് നോക്കിയിരിക്കുന്ന അപ്പുവിനെ നോക്കി പതിഞ്ഞ സ്വരത്തിൽ അവൾ പറഞ്ഞപ്പോൾ അവനൊന്നും മിണ്ടാതെ കീയെടുത്ത് അവളുടെ കയ്യിൽ കൊടുത്തു. അപ്പോൾ ആരു അവനെയും പിറകിലിരിക്കുന്ന കീർത്തുവിനെയും ഒന്ന് നോക്കി പതിയെ ചിരിച്ചുകൊണ്ട് ഡോർ തുറന്നിറങ്ങി നടന്നു. അപ്പോൾ അവൾ പോണത് ഒരു നിമിഷം നോക്കി നിന്ന അപ്പു പിന്നെ ഒരു ദീർഘനിശ്വാസത്തോടെ ഡോർ തുറന്ന് പുറത്തിറങ്ങി ബാക്കിലെ ഡോർ തുറന്ന് കീർത്തുവിൻ്റെ അടുത്ത് ചെന്നിരുന്നു. എന്നാൽ അപ്പോഴും ഒന്നും മിണ്ടാതെ തലകുനിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കീർത്തു. അപ്പുവിനെ ഫേസ് ചെയ്യാൻ പോലും അവൾക്കാവുന്നുണ്ടായിരുന്നില്ല. കീർത്തി കുറച്ചു നേരമായിട്ടും അവളിൽ നിന്നും ഒരു പ്രതികരണവും ഇല്ലാതെ വന്നപ്പോൾ അപ്പു നേർമയായി അവളെ വിളിച്ചതും അത്രയും നേരം പിടിച്ചുവെച്ച കണ്ണുനീരിനെയൊക്കെ സ്വതന്ത്രമാക്കിക്കൊണ്ടവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞുകൊണ്ട് പൊട്ടിക്കരയാൻ തുടങ്ങി. കീർത്തന എന്ന അപ്പുവിൻ്റെ മാത്രം കീർത്തി എന്നും അങ്ങനെയായിരുന്നു. എത്ര വേദന ഉണ്ടെങ്കിലും എല്ലാവരുടെയും മുന്നിലും അവൾ ധൈര്യത്തോടെ പിടിച്ചു നിൽക്കും. എന്നാൽ പിന്നീട് തൻ്റെ വേദനകളും വിഷമങ്ങളും പരിഭവങ്ങളും ഒക്കെ ഇല്ലാതാക്കാൻ അവൾ ആദ്യം ഓടി വരിക അവളുടെ സ്വന്തം അപ്പുവേട്ടൻ്റെ അടുത്തായിരിക്കും. കാരണം അവളുടെ പ്രണയം അന്നും ഇന്നും അപ്പു മാത്രമായിരുന്നു. അവളെ അവളേക്കാൾ കൂടുതൽ മനസ്സിലാക്കുന്നതും അവനായിരുന്നു. അപ്പുവേട്ടാ, ഞാൻ കാരണമല്ലേ, എല്ലാത്തിനും കാരണം ഞാനല്ലേ. പാവം നമ്മുടെ ആരു. അവൾക്ക് എന്നോട് ദേഷ്യമുണ്ടാകും അപ്പുവേട്ടാ. ഏട്ടൻ എന്നോട് ദേഷ്യമുണ്ടോ? പിങ്ങി പൊട്ടിക്കൊണ്ട് പറയുന്നവളെ പ്രണയത്തേക്കാൾ കൂടുതൽ വാത്സല്യത്തോടെ ആയിരുന്നു അവൻ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചത്. നീ ഇങ്ങനെ കരയാതെ കീർത്തി. നമ്മുടെ ആരുവിന് നിന്നോട് ദേഷ്യമുണ്ടാകുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നിന്നോട് മാത്രമല്ല, നിന്റെ ഏട്ടനോട് പോലും എൻ്റെ കുഞ്ഞിന് ദേഷ്യമുണ്ടാകില്ല. അത്രയ്ക്കും പാവമല്ലേടാ അവൾ. കഴിഞ്ഞതെല്ലാം നമുക്ക് മറക്കാം. ഇപ്പോൾ ആരുവിന് ആവശ്യം നമ്മളെയാണ്. അവളെ വേദനിപ്പിക്കാതെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയുമാണ്. അതുകൊണ്ട് ഈ കരച്ചിലൊക്കെ നിർത്തി എൻ്റെ കീർത്തിപ്പെണ്ണ് പുലിക്കുട്ടിയായേ. ആദ്യം പറഞ്ഞു മനസ്സിലാക്കി ഒടുക്കം കുറുമ്പോടെ പറയുന്നവനെ കണ്ടപ്പോൾ കീർത്തി കരച്ചിൽ നിർത്തി അവനെ കൂർപ്പിച്ചു നോക്കിയതും അപ്പു അവളെ ഇടുപ്പിലൂടെ അവനോട് ചേർത്ത് നിർത്തി അവളുടെ അധരങ്ങളിൽ ഒന്നമർത്തി ചുംബിച്ചിരുന്നു. അവളുടെ അധരങ്ങളിൽ നിന്ന് പിടിവിടാതെ തന്നെ അവളെയും കൊണ്ട് സീറ്റിലേക്ക് ചാഞ്ഞുകൊണ്ടവൻ അവളിൽ പ്രണയ കവിതകൾ രചിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവളുടെ വിരലിലെ നഖങ്ങൾ അവൻ്റെ പുറത്ത് അമരുന്നുണ്ടായിരുന്നു. ഒടുവിൽ ദീർഘനേരത്തെ ചുംബനത്തിനു ശേഷം അപ്പു കീർത്തുവിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി നടക്കാൻ തുടങ്ങി. എന്നാൽ ഇതേ സമയം തൻ്റെ മുറിയിലെ ബെഡിൽ ഒന്ന് കരയാൻ പോലും മറന്നുകൊണ്ട് കിടക്കുകയായിരുന്നു ആരു. അത്രമേൽ ഇന്നത്തെ ദിവസം എല്ലാം കൊണ്ടും അവളെ തളർത്തിയിരുന്നു.